everyone, welcome to Wondless Casa. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇത് എൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിന്റെ വാർഡ്രോബിൽ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്ത് ഡെക്കോർ ചെയ്തേക്കുന്നതാണ്. അതിൽ മണി പ്ലാന്റ്സ് ആണ് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വാട്ടർ ഒഴിച്ചിട്ടാണ് വെച്ചേക്കുന്നത് മണി പ്ലാന്റ്. അതേപോലെ തന്നെ ഈ പോട്ട് ഞാൻ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അതിന്റെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിന്റെ ഹെഡിലായിട്ട് നമ്മളൊരു ടോയിനും കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഇതും ഒരു ലക്കി ബാമ്പു ആണ്. അപ്പൊ ഇത് ഞാൻ ഇറക്കി വെച്ചേക്കുന്നത് ഇതുപോലത്തെ PVC പൈപ്പാണ്. ആ പൈപ്പ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ പെർമനന്റ് മാർക്കർ വെച്ച് ഡെക്കർ ചെയ്തേക്കുന്നതാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അതിൽ യാണാണ് ചുറ്റി കൊടുത്തേക്കുന്നത്. പിന്നെ ഇതും ഒരു PVC പൈപ്പിൽ നമ്മുടെ തന്നെ ഒരു പോട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. എന്നിട്ട് അതിൽ മണി പ്ലാന്റ് തന്നെ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് വേണ്ടത്. ഒരു വലിയ ബോട്ടിലും സിമിലർ ആയിട്ടുള്ള ചെറിയ ബോട്ടിൽസും ആണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ മിറണ്ടയുടെ ബോട്ടിൽസ് ആണ് എടുത്തേക്കുന്നത്. ഒരു 6 ബോട്ടിൽസോളം എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു റിങ് ഞാൻ വെറുതെ ഒന്ന് ബേസ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കാം. എങ്ങനെയാണ് ബോട്ടിൽസ് വരുന്നതെന്ന് നോക്കാമല്ലോ. അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മോഡലിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ബോട്ടിൽസിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഈ ഒരു ലെങ്ത് വരെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാക്കി റൗണ്ട് ചെയ്യുന്ന ബോട്ടിൽസ് മെയിൻ ബോട്ടിലിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് ഇതിന്റെ ഔട്ടർ കവറിംഗ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. 2 അളവിലായിട്ടാണ് കിട്ടേണ്ടത്. സിമിലർലി എല്ലാ ബോട്ടിൽസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽസ് എല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഫെവിക്കോളും തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഫെവിക്കോൾ ആണെങ്കിൽ ഒട്ടാൻ കുറച്ച് ഡിലേ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഓരോ കപ്പുകളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എല്ലാ ബോട്ടിൽസും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യാൺസ് ആണ് എടുത്തേക്കുന്നത്, കമ്പിളി നൂലുകൾ. അത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. സെന്ററിൽ വെച്ച ആ ബോട്ടിൽ ഞാനൊരു കോൺട്രാസ്റ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള യാൺ നമുക്ക് ചുറ്റി കൊടുക്കാം. അത് ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സെന്ററിൽ ഞാൻ ഒരു ഓറഞ്ച് കളർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിലേക്ക് നമ്മളുടെ സ്പൂണുകളും തവികളും ഒക്കെ ഇട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ നമ്മുടെ കിച്ചണിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്പൂണും ഫോർക്കും നൈഫും ഒക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം അല്ലേ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് DIY ചെയ്യുന്നത് നമ്മുടെ മിറണ്ട ബോട്ടിൽസിന്റെ റിമൈനിങ് പോർഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ഹെഡ് പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ എല്ലാ ബോട്ടിൽസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ബേസ് വെച്ച് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് ആണ്. അപ്പൊ ആ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്ക്വയർ പാറ്റേണിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സർക്കിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ ഞാൻ മാലയുടെ മുത്തുകളൊക്കെ പൊട്ടിപ്പോകുന്നത് സൂക്ഷിക്കാനും അല്ലാതെ മാലകളൊക്കെ ഇട്ട് വെക്കാനുമാണ് ഈ ബോട്ടിൽസ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, കുലുക്കിയിട്ട് പോലും അത് താഴെ വീഴുന്നില്ല, നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ കിച്ചണിലേക്ക് വേണം യൂസ് ചെയ്യാം കേട്ടോ. പരിപ്പുകള്, ചെറുപയർ, അതുപോലെ ഉലുവ, കുരുമുളക് ഇതൊക്കെ ഇട്ട് വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബോട്ടിലാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും.
നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഷാംപൂ ബോട്ടിൽസ്, കണ്ടീഷണർ ബോട്ടിൽസ്, പൗഡർ ബോട്ടിൽസ് ഒക്കെ വെച്ച് ചെയ്യാവുന്ന DIY ആണ്. ഇതാ കണ്ടോ, ഈ ഒരു പൗഡർ ടിന്ന് റീയൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു മണി ബാങ്ക്. അപ്പൊ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പിസ്ത ഷെൽസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു മുന്തിരിക്കൊല പോലെ. ഒരു മോന്റെ സമ്പാദ്യത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. നല്ലൊരു DIY ആണ്. അപ്പൊ നെക്സ്റ്റ് DIY ചെയ്യാൻ നമുക്ക് വേണ്ടത് ഷാംപൂ ബോട്ടിൽസോ അല്ലെങ്കിൽ കണ്ടീഷണർ ബോട്ടിൽസോ ആണ്. അപ്പൊ അതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ സ്മൈലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പടമൊക്കെ വരച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നല്ലൊരു ഡെക്കർ പീസാണ്. ഇതിൽ ഞങ്ങൾ AC-യുടെ റിമോട്ട്, TV-യുടെ റിമോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന DIY ആണ്. DIYയിൽ നമുക്ക് പേസ്റ്റും ബ്രഷും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഐഡിയ ആണ്. അപ്പൊ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇതേപോലത്തെ ഷാംപൂ ബോട്ടിൽസ് ആണ്. അപ്പൊ ആ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെ ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ആ ക്യാപ്പ് വെക്കുമ്പോൾ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ബ്രഷ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റണം. എന്നിട്ട് നേരെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ വോളിലേക്ക് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക് കവേഴ്സ് അല്ലേ. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കാറുണ്ട്, അല്ലെ റോൾ ചെയ്തൊക്കെയാണ് ഓർഗനൈസ് ചെയ്യാറുള്ളത്. അതിലും നല്ലൊരു സിമ്പിൾ സൊല്യൂഷനാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഇതേപോലെ 2 ലിറ്ററിന്റെ ഒക്കെ വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ. അപ്പൊ അതിന്റെ ആ ബോട്ടം പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത ബോട്ടിൽ നല്ല എംറ്റി സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് പ്ലാസ്റ്റിക് കവേഴ്സ് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ ഒന്ന് മടക്കുക, എന്നിട്ട് അതിന്റെ മേളിൽ കൂടെ ഒന്നും കൂടെ മടക്കിയെടുക്കാം. അതേപോലെ എല്ലാ കവറും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ബോട്ടിൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം, നമുക്കൊന്ന് ഹാങ് ചെയ്യാനായിട്ട്. ഈ ക്യാപ്പ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കവർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒരു 6 മാനറിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടത്തിവിടാം. അതിന്റെ ഒരറ്റം ആ തുളയ്ക്കകത്തോട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം. ബാക്കി കൈ പിടിക്കുന്ന ആ അറ്റത്തിലേക്ക് അടുത്ത കവർ കയറ്റി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു 6 മാനറിൽ മടക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ കവറും നമുക്ക് ചെയ്തെടുക്കാം. സോ അങ്ങനെ എല്ലാ കവറും ബോട്ടിലിനുള്ളിലാക്കി നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ടെയിൽ പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ക്യാപ്പ് ഇട്ട് അടച്ചു വെക്കാം. സോ ഞാനൊരു ടോയിൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഈ താഴോട്ട് നീണ്ടു കിടക്കുന്ന കവർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള അത്രയും കവേഴ്സ് എടുക്കാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബോട്ടം പോർഷനിൽ ഇതേപോലെ കീ ചെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതല്ലാതെ കിച്ചണിലേക്കാണെങ്കിൽ നമുക്ക് കുക്കറിന്റെ വിസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ ഒക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഒരു ഓർക്കിഡാണ് ഞാൻ ഈ ബോട്ടിലിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ടർട്ടിൽ വൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ടർട്ടിൽ വൈൻസ് വെച്ചേക്കുന്ന ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. സോ നെക്സ്റ്റ് DIYക്ക് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ബോട്ടിലിന്റെ ഹെഡ് പോർഷൻസ് ആണ്. അതിലേക്ക് സ്ക്രബ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഇതാ ഇതിലെ ഡ്രെയിൻ ചെയ്ത് പൊക്കോളൂല്ലോ. ഞങ്ങളുടെ കിച്ചണിൽ ഇതേപോലത്തെ ഐഡിയാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടി ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രെയിൻ ചെയ്യാനും ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 ബോട്ടിൽസ് ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ 2 ടൈപ്പിലുള്ള സ്ക്രബ്ബേഴ്സ് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. ഇതേപോലുള്ള പ്രിൽ ബോട്ടിൽസോ അല്ലെ വിം ബോട്ടിൽസ് ഒക്കെ നമ്മുടെ കാണും അല്ലേ. അപ്പൊ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തോളൂ. നല്ലൊരു ഓയിൽ ഡിസ്പെൻസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് കണ്ടോ, ഞങ്ങളുടെ കിച്ചണിലേക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതേപോലത്തെ ഓയിൽ ഡിസ്പെൻസേഴ്സ് ആണ്. അതേപോലെ തന്നെ വിമ്മിന്റെയും പ്രില്ലിന്റെയും ഒക്കെ വലിയ ബോട്ടിൽസ് ഉണ്ടാവില്ലേ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് 2 യൂസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ആ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ കളർ ഒന്നും പ്രത്യേകിച്ച് അടിക്കണ്ട, നല്ലൊരു ഗ്രീനിഷ് കളറാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാത്രങ്ങളിലാണ് നമ്മൾ ചീരയും മല്ലിയും പുതിനയൊക്കെ നട്ടു വെച്ചേക്കുന്നത്. ഡ്രെയിൻ ചെയ്യാനായിട്ട് ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ ബോട്ടിലിന്റെ ടോപ്പ് പോർഷൻ ഇല്ലേ, അത് നമുക്ക് നല്ലൊരു കപ്പായിട്ട് യൂസ് ചെയ്യാം. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് പറ്റുന്ന ഒരു കപ്പായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞങ്ങൾ 4 ബോട്ടിൽസ് കണക്ട് ചെയ്തിട്ട് ചെടികളും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലത്തെ സ്റ്റിഫ് ആൻഡ് ഷൈൻ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തതാ ഇതിന്റെ ആ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു വാട്ടർ ഡിസ്പെൻസർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻസിലൊക്കെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയ ഒരു ഈസി മെത്തേഡാണ്. ഇതുപോലത്തെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ അങ്ങനെയൊക്കെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് നമ്മുടെ ബാൽക്കണി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാൽക്കണി ഗാർഡൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് കണ്ടോ, ഈ ഒരു ബോട്ടിൽ ഡ്രെയിനേജ് ഹോൾസ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു കമ്പിയിലാണ് ഞാൻ എന്താ അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. നല്ലൊരു അറേഞ്ച്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു നല്ല ഐഡിയ ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബാൽക്കണി ഗാർഡൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അതേ കൊന്നയാണ് കേട്ടോ. നന്നായിട്ട് ഇപ്പൊ പോയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്ക്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. സോ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.